ഹലോ, വെൽക്കം ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഇസ് നിഷാദ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന 10 കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന 10 പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഗ്രാമറിനെ കുറിച്ചൊന്നും വല്ലാതെ വറീഡാകാതെ എങ്ങനെയാണ് ഈ 10 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വിസ് ഞാൻ ഇതിൻ്റെ അവസാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കമൻസിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ എനിക്ക് കാറുണ്ട്, എനിക്ക് നല്ലൊരു വീടുണ്ട്, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ യൂസാണ് ഐ ഹാവ് എന്നുള്ളത്. എന്താണ് ഐ ഹാവ്? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് ക്ലാസ് ഉണ്ട്, ഐ ഹാവ് ക്ലാസ് ടുഡേ. അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആ ഐ ഹാവ് എന്നുള്ളത് ഒരുമിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും. ഐ എന്നുള്ള വേർഡ് സെപ്പറേറ്റ് ചെയ്ത് ഹാവ് എന്നുള്ളത് അതിൻ്റെ റൂളൊക്കെ വെച്ച് അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഐ ഹാവ് എന്നുള്ളത് ഒരുമിച്ച് പറയാം. ഐ ഹാവ് എന്താണുള്ളത് വെച്ചെങ്കിൽ അത് അതിനുശേഷം പറയാം. അപ്പോൾ ഐ ഹാവ് ക്ലാസ് ടുഡേ. ഓക്കെ, അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ്. ഇനി എനിക്കില്ല എന്ന് പറയാൻ എന്താണ്, ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ മതി. അതായത് ഹാവ് എന്ന് പറഞ്ഞതിൻ്റെ നെഗറ്റീവ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ പണമില്ല അല്ലെങ്കിൽ എൻ്റെ ക്യാഷ് ഇല്ല. എനിക്കുണ്ട്, എനിക്കില്ല. ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ പണമില്ല. അടുത്തത് എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാം? ഐ ഹാഡ് എന്നാ പറയാം. എന്താ പറയാ? ഐ ഹാഡ്. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഐ ഹാഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുക? ഐ ഹാഡ് എന്നാ പറയാം. ആദ്യം പറഞ്ഞത് ഐ ഹാവ്, എനിക്കുണ്ട്. രണ്ടാമത് പറഞ്ഞത് എനിക്കില്ല, ഐ ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ എൻ്റെ ഇല്ല. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഐ വാസ് ബിസി യെസ്റ്റർഡേ ഈവനിങ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഐ വാസ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഞാൻ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ പറയുക? ഐ വാസ് എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം ബിസി ആയിരുന്നു, ഐ വാസ് ബിസി യെസ്റ്റർഡേ ഈവനിങ്. എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ്, എനിക്കില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ്, എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ്, ഞാൻ ആയിരുന്നു എന്ന് പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ആയിരുന്നു ഐ വാസ് എന്നാ പറയാം. ഓക്കെ, ഞാൻ ആയിരുന്നു, ഞാൻ ബിസി ആയിരുന്നു, ഐ വാസ് ബിസി യെസ്റ്റർഡേ ഈവനിങ്. ഓക്കെ, എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അത് എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ കേട്ടോ, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയാൻ അതിന് നമ്മൾ ഇങ്ങനെയാണ് പറയാ, ഐ ഹാവ് ടു. എന്താ പറയാ? ഐ ഹാവ് ടു. ഐ ഹാവ് ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ട കാര്യം അത് പറയാം. ഉദാഹരണം പറയാം, ഐ ഹാവ് ടു ഡു മെനി തിങ്സ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ഹാവ് ടു എന്ന് പറയാം. എന്നിട്ട് എന്താണോ കാര്യം അത് നമ്മൾ അതിനുശേഷം പറയാം. മനസ്സിലായോ? ഐ ഹാവ് ടു ഡു മെനി തിങ്സ്. അടുത്തത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മളതൊന്ന് മനസ്സിലാക്കുന്നത്? മുൻപേ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ മുൻപേ ചെയ്യാറുണ്ടായിരുന്നു. അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു എന്നാ പറയാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഐ യൂസ്ഡ് ടു പ്ലേ ചെസ്. എന്താണ് പറഞ്ഞാൽ ഞാൻ ചെസ് കളിക്കാറുണ്ടായിരുന്നു. എപ്പോഴാണ് ചെസ് കളിക്കാറുണ്ടായിരുന്നത്? മുൻപെയാണ് ചെസ് കളിക്കാറുണ്ടായിരുന്നത്, ഇപ്പോഴല്ല. സോ ഐ യൂസ്ഡ് ടു പ്ലേ ചെസ്. അപ്പോൾ യൂസ്ഡ് ടു എന്ന് വെച്ചതിന് ശേഷം എന്താണോ കാര്യം നടക്കാറുണ്ടായിരുന്നത് അത് നമുക്ക് പറയാം. സോ ഐ യൂസ്ഡ് ടു പ്ലേ ചെസ്. ഇനി എനിക്ക് കഴിയും. നമ്മൾ ഒരു പ്രാപ്തിനെ കുറിച്ച് പറയാൻ നമ്മൾ പറയില്ലേ, എനിക്ക് കഴിയും. അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഐ ക്യാൻ. എന്താ പറയാ? ഐ ക്യാൻ സിങ് സോങ്സ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ സിങ് സോങ്സ്. അതുപോലെ തന്നെ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ നമ്മൾ എന്താ പറയാ? ഐ കാൺട്ട് എന്നാ പറയാം. അതായത് കനോട്ട് എന്നുള്ളത് വരും. അപ്പോൾ ഐ കാൺട്ട്. അപ്പോൾ ഐ കാൺട്ട് റീഡ് തമിഴ്. എനിക്ക് തമിഴ് വായിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് റീഡ് തമിഴ്. എനിക്ക് കഴിയും എന്നുള്ളതിന് ഐ ക്യാൻ, എനിക്ക് കഴിയില്ല എന്നുള്ളതിന് ഐ കനോട്ട്. അടുത്തത് നോക്കൂ, എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? അവിടെ നമ്മൾ ഐ കുഡിൻറ്റ് എന്നാ പറയാം. എനിക്ക് ഇന്നലെ അവനെ കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ?
ഐ കുഡിൻറ്റ് മീറ്റ് ഹിം യെസ്റ്റർഡേ. ഐ കുഡിൻറ്റ് മീറ്റ് ഹിം യെസ്റ്റർഡേ. അപ്പോൾ ഇത് പാസ്റ്റ് ആണ്. ഐ കനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രസൻറ്റിൽ പറയുന്ന കാര്യമാണ്. ഐ കുഡിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാസ്റ്റിനെ കാണിക്കുന്ന കാര്യമാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞത് ഐ ക്യാൻ എന്ന് പറഞ്ഞു, പിന്നെ ഐ കോണ്ട് എന്ന് പറഞ്ഞു. അതായത് ഐ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിയും, ഐ കനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല, ഐ കുഡിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥമാണ്. ഐ കുഡിൻറ്റ് മീറ്റ് ഹിം യെസ്റ്റർഡേ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യും എന്ന് പറയാണ്. അത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ മൈൻഡിൽ വരേണ്ടത്? ഐ വിൽ. എന്താണ്? ഐ വിൽ. സിമ്പിളായിട്ട് പറയണം, ഞാൻ ഇന്ന് രാത്രി പോകും. ഐ വിൽ ഗോ. കണ്ടോ, ആ വില്ലിന് ശേഷം ഗോ പറയാണ്. സോ ഐ വിൽ ഗോ ടുനൈറ്റ്. ഇന്ന് രാത്രി ഞാൻ പോകും. ഓക്കെ, ഐ വിൽ ഗോ ടുനൈറ്റ്. അപ്പോൾ 10 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. അതെല്ലാം നമ്മൾ ഐ വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഐ വെച്ച് പറഞ്ഞ കാര്യം നമുക്ക് ആ സബ്ജക്റ്റ് ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞു നോക്കാം. അപ്പോൾ ഹീ വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ തുടങ്ങിയത് ഐ ഹാവ്, അതായത് എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എന്നുള്ള യൂസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അവൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവൾക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? അപ്പോൾ ഷീ ഹാസ് എന്നാണ് പറയുക. എന്താ പറയുക? ഷീ ഹാസ്. അവൾക്ക് ഒരു കാറുണ്ട്, എങ്ങനെ പറയും? ഷീ ഹാസ് എ കാർ. ഷീ ഹാസ് എ കാർ. ഇനി അവൾക്ക് ഇല്ല എന്ന് പറയുമ്പോഴോ? അവൾക്കില്ല എന്ന് പറയുമ്പോൾ ഷീ ഡസ് നോട്ട് ഹാവ് എന്നാണ് പറയാം. എന്താ പറയുക? ഷീ ഡസ് നോട്ട് ഹാവ്. അപ്പോൾ അവൾക്ക് എന്താണ് ഇല്ലാത്തത്? ഒരു ഉദാഹരണം പറയാം. ഷീ ഡസ് നോട്ട് ഹാവ് ബ്രദേഴ്സ്. ഷീ ഡസ് നോട്ട് ഹാവ് ബ്രദേഴ്സ്. എന്താണ് പറഞ്ഞാൽ? അവൾക്ക് സഹോദരങ്ങളില്ല. ഷീ ഡസ് നോട്ട് ഹാവ് ബ്രദേഴ്സ്. അപ്പോൾ അവൾക്കുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താ പറഞ്ഞത്? ഷീ ഹാസ്. അവൾക്ക് ഇല്ല എന്ന് പറയാനോ? ഷീ ഡസ് നോട്ട് ഹാവ്. ഇനി അവൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനോ? അത് നമ്മൾ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ ഐ ഹാഡ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറയാം. എങ്ങനെ പറയാ? ഷീ ഹാഡ്. ഷീ ഹാഡ്. ഷീ ഹാഡ് സം പേഴ്സണൽ ഇഷ്യൂസ്. അവൾക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് സം പേഴ്സണൽ ഇഷ്യൂസ്. ഷീ ഹാസ്. ഷീ ഡസ് നോട്ട് ഹാവ്. ഷീ ഹാഡ്. അവൾക്കുണ്ടായിരുന്നു. അടുത്തത് അവൾ ആയിരുന്നു. അവൾ ആയിരുന്നു എന്ന് പറയാൻ എന്താ പറയുക? ഷീ വാസ്. നമ്മൾ മറ്റേതിൽ ഐ വാസ് എന്നാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ഷീ വാസ്. ഒരു ഉദാഹരണം പറയാം. ഷീ വാസ് എ കിഡ് ദെൻ. ഷീ വാസ് എ കിഡ് ദെൻ. അവൾ അപ്പോൾ ഒരു കുട്ടിയായിരുന്നു. അവൾ ആയിരുന്നു. ഷീ വാസ് എ കിഡ് ദെൻ. അപ്പോൾ അവൾ എന്തായിരുന്നു? ഒരു കുട്ടിയായിരുന്നു. ഷീ വാസ്. ഓക്കെ, അടുത്തത് അവൾക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാവ് ടു ആണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനി അവൾക്കൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഷീ ഹാസ് ടു എന്നാ പറയാം. എന്താ പറയാ? ഷീ ഹാസ് ടു. അപ്പോൾ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് പറയാ? അവൾക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ പറയാ? ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അവിടെ ഹാവ് ടു എന്ന് പറഞ്ഞത് ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? ഹാസ് ടു ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാ? ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ്. അവൾക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് അവൾ ചെയ്യാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു വെച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ പറയാം? ഷീ യൂസ്ഡ് ടു. എന്താ പറയുക? ഷീ യൂസ്ഡ് ടു. അപ്പോൾ അവൾ ചെറുതായിരുന്ന സമയത്ത് വരക്കാറുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ പറയാം? ഷീ യൂസ്ഡ് ടു ഡ്രോ വെൻ ഷീ വാസ് യങ്. എങ്ങനെ പറയാം? ഷീ യൂസ്ഡ് ടു ഡ്രോ വെൻ ഷീ വാസ് യങ്. അത് നമ്മൾ ഐ പറഞ്ഞപ്പോഴും ഐ യൂസ്ഡ് ടു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഷീ എന്ന് പറയുമ്പോഴും എന്താ പറയുന്നത്? ഷീ യൂസ്ഡ് ടു ഡ്രോ വെൻ ഷീ വാസ് യങ്. അപ്പോൾ അവൾ ചെയ്യാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു. ഓക്കെ, അടുത്തത് അവൾക്ക് കഴിയും. അവൾക്ക് കഴിയും. എങ്ങനെ പറയാ? ഷീ ക്യാൻ. ഷീ ക്യാൻ. ഷീ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഷീ ക്യാൻ ഹെൽപ്പ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. ഇനി അവൾക്ക് കഴിയില്ല. അപ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞത്? ക്യാൻ എന്നുള്ളത് കനോട്ട് വെച്ചു അല്ലേ? അപ്പോൾ ഷീ കനോട്ട്. അവൾക്ക് കഴിയില്ല. ഷീ കനോട്ട്. അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. എങ്ങനെ പറയാ? ഷീ കനോട്ട് സ്റ്റേ ഹിയർ. ഷീ കനോട്ട് സ്റ്റേ ഹിയർ. അടുത്ത എന്തായിരുന്നു? കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഷീ കുഡിൻറ്റ്. ഷീ കുഡിൻറ്റ്. ഷീ ക്യാൻ. ഷീ കനോട്ട്. ഷീ കുഡിൻറ്റ്. അപ്പോൾ കുഡിൻറ്റ് വെച്ച് നമ്മൾ എങ്ങനെ പറയാം? അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? ഷീ കുഡിൻറ്റ് സേ എനിത്തിങ്. എന്താ പറയുക? ഷീ കുഡിൻറ്റ് സേ എനിത്തിങ്. അടുത്തത് അവളൊരു കാര്യം ചെയ്യും. അവളൊരു കാര്യം ചെയ്യും. വരാൻ പോകുന്ന എന്തോ ഒരു കാര്യം അവൾ ചെയ്യും. അപ്പോൾ എങ്ങനെ പറയാം? അവൾ എല്ലാവരെയും വിളിക്കും. എങ്ങനെ പറയും? ഷീ വിൽ കോൾ എവ്രി വൺ. എങ്ങനെ പറയാം? ഷീ വിൽ കോൾ എവ്രി വൺ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. മറ്റൊരു സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ഇതേ ഒരു സ്ട്രക്ചറിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഒന്നാമത്തേത് അവനുണ്ട് എന്നല്ലേ? അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ നമ്മൾ പറയാം? അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഹി ഹാസ് സം പ്രോബ്ലംസ്. ഹി ഹാസ് സം പ്രോബ്ലംസ്. രണ്ടാമത്തേത് അവനില്ല എന്നാണ്. അവനില്ല.
അവന് ആത്മവിശ്വാസമില്ല. അപ്പോൾ നമ്മളെങ്ങനെ പറയാ? ഹി ഡസ് നോട്ട് ഹാവ് കോൺഫിഡൻസ്. ഹി ഡസ് നോട്ട് ഹാവ് കോൺഫിഡൻസ്. അടുത്തത്, അവനുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നു. അവന് ഇന്നലെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഹി ഹാഡ് സം ഗസ്റ്റ് യെസ്റ്റർഡേ. ഹി ഹാഡ് സം ഗസ്റ്റ് യെസ്റ്റർഡേ. അടുത്തത്, അവനായിരുന്നു. അവനായിരുന്നു. അപ്പോൾ അവൻ എന്തായിരുന്നു? നീ വിളിച്ചപ്പോൾ അവൻ പുറത്തായിരുന്നു. എങ്ങനെ പറയാം? നീ വിളിച്ചപ്പോൾ അവൻ പുറത്തായിരുന്നു. ഹി വാസ് ഔട്ട്സൈഡ്. ഹി വാസ് ഔട്ട്സൈഡ് വെൻ യു കോൾഡ് ഹിം. ഹി വാസ് ഔട്ട്സൈഡ് വെൻ യു കോൾഡ് ഹിം. ഓക്കെ. നെക്സ്റ്റ്, അവനൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ പറയാ? അവനൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഹി ഹാസ് ടു. അല്ലേ? ഹി ആയതുകൊണ്ട് ഹാസ് ടു ആണ് പറയാം. അവന് ചെന്നൈക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെ പറയാ? ഹി ഹാസ് ടു ഗോ ടു ചെന്നൈ. ഹി ഹാസ് ടു ഗോ ടു ചെന്നൈ. നെക്സ്റ്റ്, അവൻ ചെയ്യാറുണ്ടായിരുന്നു. അവൻ ചെയ്യാറുണ്ടായിരുന്നു. അത് നമ്മളെങ്ങനെ പറഞ്ഞു? ഹി യൂസ്ഡ് ടു. ഹി യൂസ്ഡ് ടു. അവൻ മുൻപേ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു. അവൻ മുൻപേ കുക്ക് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഹി യൂസ്ഡ് ടു കുക്ക് ബിഫോർ. ഹി യൂസ്ഡ് ടു കുക്ക് ബിഫോർ. മുമ്പേ ആണ് കേട്ടോ, ഇപ്പോൾ ചെയ്യുന്നില്ല. മുമ്പേ പതിവായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു കുക്ക് ബിഫോർ. അടുത്തത്, അവന് കഴിയും. എങ്ങനെയാണത്? ഹി ക്യാൻ. അവന് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ കഴിയും. ഹി ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്. ഹി ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്. അവന് കഴിയില്ല. അടുത്തത്, അതെങ്ങനെ പറയാ? ഹി കാൺട്ട്. അവനിവിടെ നിൽക്കാൻ കഴിയില്ല. എങ്ങനെ പറയാ? ഹി കാൺട്ട് സ്റ്റേ ഹിയർ. ഹി കാൺട്ട് സ്റ്റേ ഹിയർ. നെക്സ്റ്റ്, അവന് കഴിഞ്ഞില്ല. അവന് കഴിഞ്ഞില്ല. ഹൗ ക്യാൻ യു സേ ദാറ്റ്? അവന് കഴിഞ്ഞില്ല. ഹി കുഡൻറ്റ്. ഹി കുഡൻറ്റ്. അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? ഹി കുഡൻറ്റ് കൺട്രോൾ ഹിംസെൽഫ്. ഹി കുഡൻറ്റ് കൺട്രോൾ ഹിംസെൽഫ്. ഫൈനലി, അവനൊരു കാര്യം ചെയ്യും. എങ്ങനെയാണത്? ഹി വിൽ. ഹി വിൽ. അവൻ പെട്ടെന്ന് തിരിച്ചു വരും. എങ്ങനെ പറയും? ഹി വിൽ കം ബാക്ക് സൂൺ. ഹി വിൽ കം ബാക്ക് സൂൺ. ഓക്കെ. ഇതേ സ്ട്രക്ചറിലുള്ള 10 സെൻറ്റൻസുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുക, എന്നിട്ട് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. That's all. I hope you found this video interesting. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. എല്ലാ ലെവലിലുള്ള ക്ലാസ്സുകളുണ്ട്. ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ ലിസണിങ്. വിൽ സീ ഇൻ അനദർ ക്ലാസ്. ബൈ ബൈ.